ഇപ്രാവശ്യം തെക്ക് പിടിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വലിയൊരു വിജയം നേടാൻ ബി.ജെ.പിക്ക് കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ 2019 തിരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം ബി.ജെ.പി ഉണ്ടാക്കിയത് കർണാടകത്തിൽ നിന്നാണ്. അവിടെയുള്ള 28 സീറ്റുകളിൽ 26 സീറ്റുകളും ബി.ജെ.പിക്കൊപ്പമായിരുന്നു. സുമലത അടക്കമുള്ള സീറ്റുകൾ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 26 സീറ്റും ബി.ജെ.പിക്കൊപ്പമായിരുന്നു. എന്താണ് കർണാടകയിൽ ഇപ്രാവശ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത്? കർണാടകയിൽ 2 ഘട്ടമായി പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ട പോളിംഗ് നടക്കുമ്പോൾ ബി.ജെ.പി അവിടെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുണ്ടല്ലോ. അത് പ്രജ്വൽ രേവണ്ണയുമായിട്ടും എസ്.ഡി. രേവണ്ണയുമായിട്ടും ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികളും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോകളുമാണ്. അതിൽ 14 സീറ്റുകളിൽ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രതിസന്ധി അവിടെ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒന്ന് ആലോചിക്കേണ്ടത്, ഈ JDS എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ കർണാടകയിൽ ഒരു തകർച്ച നേരിടുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9-10% വോട്ട് മാത്രമാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ പ്രതിനിധാനം ചെയ്യുന്നത് വൊക്കലിഗ എന്ന് പറയുന്ന സമുദായത്തെയുമാണ്. തെക്കൻ കർണാടകയിലാണ് അവരുടെ സ്വാധീന ശക്തി എന്ന് പറയുന്നത്. ആ വൊക്കലിഗ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ദേവഗൌഡ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു നേതാവ് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അത് DK ശിവകുമാറാണ്. അപ്പോൾ DK ശിവകുമാറിൻ്റെ ഒരു സ്വാധീനം ആ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നത് കോൺഗ്രസിന് അനുകൂലമാകുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വലിയ തിരിച്ചടിയായിട്ട് JDS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതുമാത്രവുമല്ല, JDSന്റെ മറ്റൊരു ശക്തമായ വോട്ട് ബാങ്കായിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ദേവഗൌഡ കർണാടക മുഖ്യമന്ത്രിയായ സമയത്താണ് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്തിയത്. അന്ന് മുതൽ JDSന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗമാണ്. അവർ കോൺഗ്രസിനുമായിട്ട് ഒരു സമ്പർക്കത്തിലുമില്ല മുസ്ലിം സമുദായം. യഥാർത്ഥത്തിൽ കർണാടകത്തിൽ അവർ JDSുമായിട്ടാണ് സമ്പർക്കത്തിലുള്ളത്. ആ വോട്ട് ബാങ്കാണ് ഒറ്റയടിക്ക് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്താ, BJP ആണ് അവിടെ ആ സംവരണം എടുത്തു കളഞ്ഞത്. ആ BJPയുമായിട്ടാണ് JDS കൈകോർത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മുസ്ലിം വോട്ടും അവിടെയില്ല. അപ്പോൾ വൊക്കലിഗ സമുദായത്തിൻ്റെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു, മുസ്ലിം വോട്ടും പോയിരിക്കുന്നു. ആ അർത്ഥത്തിൽ നല്ലൊരു സഖ്യകക്ഷി ആയിരുന്നില്ല JDS എന്ന് മാത്രമല്ല, അവസാന ഘട്ടമെത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് BJP പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുരുങ്ങിയത് ഏതാണ്ടൊരു 50-60% സീറ്റ് അവിടെ BJPക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റ് കിട്ടിയെങ്കിൽ 10-12 സീറ്റിൽ കൂടുതൽ ഇപ്രാവശ്യം കർണാടകയിൽ BJPക്ക് കിട്ടില്ല. അതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, പിന്നെ തെക്കേ ഇന്ത്യയിൽ BJP ഒരു നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റുകളുണ്ട്. അതിൽ 9 സീറ്റുകൾ കിട്ടിയത് BRSനായിരുന്നു. 4 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടി, 3 സീറ്റ് കോൺഗ്രസിന് കിട്ടി, 1 സീറ്റ് OICക്ക് കിട്ടി. OIC ഇപ്രാവശ്യവും ഹൈദരാബാദിൽ ജയിച്ചു വരും. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? BRS പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പാർട്ടി അവിടെ ഇല്ല, തെലങ്കാനയിലില്ല. ആ വോട്ട് ബാങ്ക് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ആ വോട്ട് ബാങ്ക് നേരെ കോൺഗ്രസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ രേവന്ത് റെഡ്ഡി അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുകയും ചെയ്യുന്നത്. ആ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, 2019 നിന്ന് 2024 വരുമ്പോൾ തെലങ്കാനയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. എന്നാൽ ഈ 4 സീറ്റ് എന്ന് പറയുന്ന BJPയുടെ ആ സീറ്റുകളിൽ വലിയ ചോർച്ച ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പിന്നെ എവിടെയും BJPക്ക് ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ആന്ധ്രാപ്രദേശിൽ 0, തമിഴ്നാട്ടിൽ 0, കേരളത്തിൽ 0, പുതുച്ചേരിയിൽ 0. അപ്പോൾ ആകെ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ 30 സീറ്റ് നേടിയിട്ടുണ്ട് എങ്കിൽ ഇപ്രാവശ്യം ഒരു 16-17 പരമാവധി വന്നാൽ 18 സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങും. ഈ 1-2 സീറ്റ് വർദ്ധിക്കും. എവിടെ കിട്ടാൻ സാധ്യതയുള്ള എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷമായിട്ട് ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. നമുക്കറിയാമല്ലോ, 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 25 സീറ്റുകളിൽ 22 സീറ്റുകളും YSRCPക്കായിരുന്നു. 3 സീറ്റുകൾ അവിടെ TDPക്കായിരുന്നു. ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുത്ത TDPക്കായിരുന്നു. ഇപ്രാവശ്യം TDPയുമായിട്ട് BJP സഖ്യത്തിലാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗുണം നിശ്ചയമായും BJPക്ക് അവിടെ ഉണ്ടാകാൻ വേണമെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാം അവിടെ. എന്നാൽ ഈ ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള സാഹചര്യങ്ങളും YSR ശർമ്മിളയുടെ വരവും കൂടി ചേർന്ന് കോൺഗ്രസിനും അവിടെ ഒരു മുൻതൂക്കമുണ്ട്. അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിനും ലഭിക്കാം. അതായത് ഞാൻ പറയുന്നത്, YSRCP 2019 ഉണ്ടാക്കിയ നേട്ടം ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നുകൂടി പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്, BJP അല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വിജയം അവർക്ക് ആവർത്തിക്കാനും കഴിയില്ല. ഇതിപ്പോൾ തെക്കേ ഇന്ത്യയുടെ സ്ഥിതിയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണല്ലോ. ഈ 4ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ സവിശേഷത കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് മെയ് 7-ാം തീയതി 3ാം ഘട്ടം കഴിഞ്ഞു, മെയ് 13-ാം തീയതി 4ാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇതിനിടയിൽ എന്തായിരുന്നു ഇന്ത്യ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത? ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു ആബ്സെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺസ്പിക്വസ്ലി ആബ്സെൻ്റ് ആയിരുന്നു. നാഷണൽ മീഡിയയിലൊന്നും അങ്ങനെ ഒരു വലിയ ആളായിട്ട് നരേന്ദ്രമോദി വന്നിട്ടേ ഇല്ല. നരേന്ദ്രമോദി വന്ന 2-3 സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം നരേന്ദ്രമോദിക്ക് എതിരാകുന്ന സാഹചര്യങ്ങളായിരുന്നു. അത് ഞാൻ പറയാം. ഒന്ന്,
അംബാനിയെയും അദാനിയെയും കുറിച്ച് പറഞ്ഞു. അംബാനിയെയും അദാനിയെയും കുറിച്ച് പറയുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഏറ്റവും വലിയ വീഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ അംബാനിയെയും അദാനിയെയും കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കൊണ്ടുപോയി കെട്ടിയെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് കള്ളപ്പണം കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. എങ്ങനെ? ടെമ്പോയിൽ പോയിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രധാനമന്ത്രിയല്ലേ ഈ രാജ്യത്ത് ഡിമോണറ്റൈസേഷൻ നടപ്പാക്കി കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത്? ആ കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നും ആ പണം കെട്ടുകളായിട്ട് ചാക്കുകളിൽ കെട്ടി ടെമ്പോ വാനിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനമന്ത്രിയാണ്. വളരെ ഒരു ബ്ലണ്ടറായ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഈ പ്രതിപക്ഷത്തെ അല്ല കൂടുതൽ ഞെട്ടിച്ചത്, യഥാർത്ഥത്തിൽ ബി ജെ പി നേതാക്കളെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. ആ ഒരു പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനിടയിൽ നരേന്ദ്രമോദി ആകെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഒഡീഷയിൽ പോയിട്ട് ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും പേര് പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചത് വിവാദമായി എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഈ 3-നും 4-നും ഇടയിലുള്ള പ്രചാരണത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ആ സ്പേസ് ആരാണ് ഒക്കുപ്പൈ ചെയ്തത് എന്നുകൂടി വളരെ പ്രധാനമല്ലേ? അത് കെജ്രിവാളായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങളിൽ കെജ്രിവാൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് മാത്രവുമല്ല, കെജ്രിവാൾ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താ നരേന്ദ്രമോദി വീണ്ടും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ പേരിലല്ല, മറിച്ച് 75 വയസ്സ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പേരിലാണ്. വലിയ പ്രതിസന്ധിയായിപ്പോയി ബി ജെ പിക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിരന്ന് നിന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി മാറി. ആ അർത്ഥത്തിൽ ഈ 3-ാം ഘട്ടത്തിനും 4-ാം ഘട്ടത്തിനും ഇടയിൽ ഒരു അജണ്ട നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മോദി പ്രഭാവം കാണാനുണ്ടായിരുന്നില്ല, മോദിയുടെ പ്രസംഗങ്ങൾ നാഷണൽ മീഡിയയിൽ എവിടെയും കാണാനുണ്ടായിരുന്നില്ല, പ്രാദേശിക മാധ്യമങ്ങളിലും കാണാനുണ്ടായിരുന്നില്ല. അതേസമയം അരവിന്ദ് കെജ്രിവാൾ സ്റ്റേജ് പിടിച്ചടക്കുകയും പരമാവധി പ്രചാരണത്തിലേക്ക് പോയിക്കൊണ്ട് കൂടുതൽ അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കെജ്രിവാളിന് മാറാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ അരുൺ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ 4 ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മളത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ അജണ്ടയോ കോമൺ നറേറ്റീവോ ഉള്ളപ്പോഴാണല്ലോ ആളുകൾ എൻ ബ്ലോക്കായിട്ട് ഇറങ്ങിയിട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം 2014 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, UPA ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു തരംഗമുണ്ടായിരുന്നു, പ്ലസ് മോഡിയുടെ ഒരു ഇമേജും ഉണ്ടായിരുന്നു. അത് ആളുകളെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുകയും ചെയ്തിരുന്നു. 2019 നമുക്കറിയുന്നത് പോലെ ഈ പുൽവാമ ബാലാക്കോട്ടിന് ശേഷം ഒരു നാഷണൽ പെട്രിയോട്ടിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ആളുകൾ ഭീകരമായിട്ട് ഇറങ്ങിയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു കോമൺ നറേറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് ചെയ്യാൻ ആളുകളെ പോകാൻ പ്രേരിപ്പിക്കാത്തൊരു കാര്യം. അത് മാത്രവുമല്ല, കോമൺ നറേറ്റീവിനപ്പുറത്ത് 2 കാര്യങ്ങളും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു ഫെറ്റീഗ് ലെവൽ ഉണ്ടായിരിക്കുന്നു. ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആലസ്യം ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പോൾ ചെയ്യപ്പെടാത്ത വോട്ടെന്ന് പറയുന്നത് BJPയുടെ വോട്ടാണ്. അതാണ് BJP ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഈ 2-ാമത്തെ ഘട്ടത്തിലും 3-ാമത്തെ ഘട്ടത്തിലും 4-ാമത്തെ ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്തൊരു കാര്യം എന്താ? നിങ്ങൾ എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്യാൻ പോകണമെന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംഘടനാ നേതാക്കളോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും നമ്മുടെ കേഡർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ഉറപ്പാക്കണമെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഇന്ത്യ ബ്ലോക്കിൽ പോകുന്ന വോട്ടല്ല, മറിച്ച് തങ്ങളുടെ ക്യാമ്പിലേക്ക് വരേണ്ട വോട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് പോൾ ചെയ്യപ്പെടാത്തത് എന്നുള്ള ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ളത് കൊണ്ടാണ്. ഇനി കോമൺ നറേറ്റീവ് ഇല്ലെങ്കിൽ BJP ഭയപ്പെടുന്ന ഒരു കാര്യം എന്താ? അതുകൂടിയാണല്ലോ. അതാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതെന്താണെന്നറിയാവോ? ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് മേലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യും. പിന്നെ ചർച്ചയാവുക എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലെയും MP-മാരുടെ പെർഫോമൻസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ, 303 MP-മാരാണല്ലോ BJPക്കുള്ളത്. വലിയ നേട്ടം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ ആ 303 MP-മാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും നടക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് എപ്പോഴും ഗുണം ചെയ്യുക പ്രതിപക്ഷത്തിനായിരിക്കും. അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി വന്നാൽ അത് നമുക്ക് വിനയാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ 303 പേരിൽ ജയിച്ചു വന്ന 303 പേരിൽ 101 പേർക്ക് ആദ്യം തന്നെ സീറ്റ് കൊടുക്കാതിരുന്നത് BJP. അപ്പോൾ ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കുറിച്ച് BJPക്ക് ബോധ്യമുണ്ട്. അപ്പോൾ BJPക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് 4 ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ആൻറ്റി ഇൻകംബൻസി ഏത് ലെവലിൽ, കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ഡലങ്ങളിൽ ഓരോ MP-മാരും ആ പറഞ്ഞ പ്രതിഷേധം നേരിടുന്നു. ഒരു പരിധിയോളം BJPക്ക് നിന്ന് വ്യത്യസ്തമായി മാറി വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ വോട്ടിംഗ് ചെയ്യാതെ മാറി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, തെക്കേ ഇന്ത്യയിൽ വലിയ ലോസാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റൊക്കെയാണ് BJPക്ക്, ആകെ 30 സീറ്റാണ് കിട്ടിയത് തെക്കേ ഇന്ത്യയിൽ നിന്ന്. അതിൽ ഏതാണ്ട് ഒരു 18-17 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങും. അതേപോലെ തന്നെ
അടുത്ത ഈ പറയുന്ന 4 ഘട്ടങ്ങളിൽ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഘട്ടങ്ങളല്ല 4 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് രാജസ്ഥാൻ നമുക്കറിയുന്നത് പോലെ, ഛത്തീസ്ഗഡ്, അസം, അതേപോലെ ഗുജറാത്ത്, പിന്നെ ഇങ്ങനെയുള്ള പിന്നെ കർണാടക, ഓഫ് കോഴ്സ് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. അന്ന് ഈ ആദ്യത്തെ 3 ഘട്ടത്തിൽ 168 സീറ്റുകൾ നേടി 2019. ആ സീറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ ആ 4 ഘട്ടങ്ങളും അത്ര ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘട്ടങ്ങളുമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മത്സരിച്ചത് ഉത്തർപ്രദേശിലെ കനൌജിലെ അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് കഴിഞ്ഞ പ്രാവശ്യം ആ മണ്ഡലത്തിൽ അഖിലേഷ് യാദവിൻ്റെ വൈഫാണ് മത്സരിച്ചിരുന്നത്, ഡിംപിൾ യാദവാണ്. അവർ തോറ്റുപോയായിരുന്നു. 12,000 വോട്ടാണ്. 12,000 വോട്ടിന് തോറ്റുപോയിരുന്നു. അപ്പോൾ ഒരു സീറ്റ് മാറിയോ, അഖിലേഷ് യാദവ് അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ഘട്ടങ്ങളും ഇനി വളരെ നിർണായകമാണ്. ബി ജെ പി ഈസ് ഗോയിങ് ടു ലൂസ്. തെക്കേ ഇന്ത്യയിൽ നിശ്ചയമായും ലൂസ് ചെയ്യും. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പ്രതിസന്ധികളാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.